ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 ഏഴാമത്തെ ചാപ്റ്ററാണ് ഫ്രം ഫുഡ് പ്രൊഡക്ഷൻ ടു ഫുഡ് സെക്യൂരിറ്റി. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓണം എക്സാമിന് ശേഷമുള്ള സബ്ജക്റ്റിൻ്റെ എല്ലാം ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം ഇനി നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ നോക്കാം. ദ പ്രീ ഇൻഡിപെൻഡൻറ്റ് ബ്രിട്ടീഷ് ലാൻഡ് ടാക്സ് സിസ്റ്റം പുഷ്ഡ് ദ ഫാം indebtedness while their neglect of food crops led to food shortage. അപ്പോൾ ദ പ്രീ ഇൻഡിപെൻഡൻറ്റ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ലാൻഡ് ടാക്സ് സിസ്റ്റം, അവരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് എന്ത് പറ്റി? ഇൻഡെപ്റ്റ്നെസ്, അതായത് കടബാധ്യത. ലാൻഡ് ടാക്സ് സിസ്റ്റം കൊണ്ട് അവർക്ക് കടം കൂടി. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ ഫുഡ് ക്രോപ്സിന് പകരം അവരുടെ കമ്പനിയിലേക്കുള്ള, ബ്രിട്ടനിലെ കമ്പനിയിലേക്കുള്ള റോ മെറ്റീരിയൽസാണ് ഇവിടെ കൃഷി ചെയ്യാൻ കൃഷിക്കാരോട് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം എന്തായി? ഫുഡ് ക്രോപ്സ് അവർ കൃഷി ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഇതൊക്കെ എന്താണ്? ഇവിടെ ഫുഡ് ഷോർട്ടേജ്, അതായത് ഭക്ഷ്യക്ഷാമം സൃഷ്ടിച്ചു. ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജീസ് കോൺട്രിബ്യൂട്ടഡ് ടു എ ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസ്ഥയാണ് ഇത്. അതായത് ഭൂനികുതി സമ്പ്രദായം, അതേപോലെ തന്നെ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യാത്തതുമൊക്കെ ഫുഡ് ഷോർട്ടേജിന് കാരണമായി. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജീസ് കോൺട്രിബ്യൂട്ടഡ് ടു എ ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അതായത് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത്, അതേപോലെ തന്നെ ടെക്നോളജി ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയി. അതായത് നമ്മൾ ടെക്നോളജി എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അതൊക്കെ എന്തായി? പ്രൊഡക്ഷൻ കുറയാൻ കാരണമായി. അപ്പം നമുക്ക് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്, അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ ഒരു പീരീഡിലെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ നോക്കാം. ദ ലാൻഡ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. പിന്നെ എക്സ്പ്ലോറേഷൻ ബൈ കൊളോണിയൽ റൂളേഴ്സ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ലിമിറ്റഡ് ആക്സസ് ടു ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റ്സ്, ഔട്ട്ഡേറ്റഡ് അഗ്രികൾച്ചർ പ്രാക്ടീസസ്, ഡിപ്പെൻഡൻസ് ഓൺ മൺസൂൺസ്, അബ്സെൻസ് ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ സർവീസ്. ഇതൊക്കെ നമ്മുടെ ഫുഡ് ഷോർട്ടേജിന് കാരണമായി. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസിനോ, അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ ഇൻഎക്വിറ്റബിൾ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ, സ്മോൾ ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് ലാൻഡ് ഹോൾഡിംഗ്, ഇൻസഫിഷ്യൻറ്റ് ഗവൺമെൻറ് സപ്പോർട്ട്, അതേപോലെ ഇൻഎഡ്യൂക്കേറ്റ് അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ലാക്ക് ഓഫ് മോഡേൺ ഫാമിംഗ് ടെക്നോളജി, ഇതൊക്കെ ഫുഡ് ഷോർട്ടേജിന് കാരണമായി. ആസ് എ പാർട്ട് ഓഫ് ലാൻഡ് റിഫോം, എ ലിമിറ്റ് വാസ് സെറ്റ് ഫോർ പൊസഷൻ ഓഫ് ലാൻഡ് എ പേഴ്സൺ കുഡ് ഓൺ. അപ്പോൾ ലാൻഡ് റിഫോം ആക്ട് പ്രകാരം ആ സമയത്ത് ഒരാളുടെ ഉടമസ്ഥയിൽ വെക്കാവുന്ന ലാൻഡിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരുപാട് ഭൂമിയൊന്നും ഒരാളുടെ കൈവശം വെക്കാൻ പറ്റില്ല. ദ ലാൻഡ് അബവ് ദാറ്റ് ലിമിറ്റ് വാസ് നോൺ ആസ് എ സർപ്ലസ്. അപ്പോൾ ആ പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ സർപ്ലസ് ലാൻഡായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഒരു ലിമിറ്റ് ഉണ്ട്, അതിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അതെന്താകും? സർപ്ലസ് ലാൻഡ് എന്നാണ് അത് കണക്കാക്കിയിരുന്നത്. ഇറ്റ് വാസ് ടേക്കൻ ഓവർ ബൈ ദ ഗവൺമെൻറ്. അത് ആര് ഏറ്റെടുക്കും? ഗവൺമെൻറ് ഏറ്റെടുക്കും. എന്നിട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ ലാൻഡ്ലെസ് പെർസെൻറ്റ്. എന്നിട്ട് അത് ആർക്ക് കൊടുക്കും? ആ ലാൻഡ് ഒന്നും ഇല്ലാത്ത കൃഷിക്കാർക്ക്, അതേപോലെ തന്നെ ടെനൻസ് കുടിയാന്മാർക്കും അത് കൊടുക്കും. ആസ് എ റിസൾട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ്. അങ്ങനെ എന്തായി? കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. കേരള ബിക്കെയിം എ മോഡൽ ഫോർ ഇന്ത്യ ബൈ ബിക്കമിങ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് ദ ലാൻഡ് റിഫോംസ് ആക്ട്. അപ്പോൾ ഇന്ത്യക്ക് തന്നെ ഒരു മോഡലായിട്ട് ഈ ലാൻഡ് റിഫോംസ് ആക്ട് ആദ്യമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളം. ദ ഗ്രീൻ റവല്യൂഷൻ വാസ് എ പ്രോഗ്രാം. ഇനി ഗ്രീൻ റവല്യൂഷനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇതൊരു പ്രോഗ്രാമാണ്. ദാറ്റ് മാസീവ്ലി ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ വൻതോതിൽ വർദ്ധിച്ചു.
വർദ്ധിക്കുക. മാസീവ്ലി എന്ന് പറഞ്ഞാൽ വൻതോതിൽ. ഇൻക്രീസ്ഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് യൂസിങ് ഹൈ ഹീൽഡ് സീഡ്സ്. അപ്പം പ്രൊഡക്ഷൻ വൻതോതിൽ ഇൻക്രീസ് ചെയ്തു. അത് എങ്ങനെയൊക്കെയാണ്? യൂസിങ് ഹൈ ഹീൽഡിങ് സീഡ്സ്, നല്ല ഇനം വിത്തുകൾ ഉപയോഗിച്ചു, അതേപോലെ നല്ല ഇനം ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു, പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചു, ന്യൂ ടെക്നോളജീസ്, പുതിയ ടെക്നോളജി ഉപയോഗിച്ചു, അതേപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ്, കുറഞ്ഞ നിരക്കിൽ വായ്പ കൊടുത്തു, അതേപോലെ സയൻറ്റിഫിക് ഇറിഗേഷൻ, ഇതൊക്കെ കാരണം എന്തായി? പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചു. ഈ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. എമംഗ് ഫുഡ് ഗ്രെയിൻസ് ദ റിസൾട്ട് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ വാസ് ഫസ്റ്റ് വിസിബിൾ ഇൻ വീറ്റ് പ്രൊഡക്ഷൻ. ഈ പ്രൊഡക്ഷന് ഏറ്റവും കൂടുതൽ കണ്ടത് ഏതിലാണ്? ഗ്രെയിൻസിലാണ്, ഫുഡ് ഗ്രെയിൻസിലാണ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് വീറ്റ് റെവല്യൂഷൻ. അത് ഏറ്റവും കൂടുതൽ കണ്ടത് വീറ്റിലാണ്, ഗോതമ്പിലാണ്. അതുകൊണ്ട് ഈ ഗ്രീൻ റെവല്യൂഷനെ എന്തെന്നും വിളിക്കുന്നുണ്ട്? വീറ്റ് റെവല്യൂഷൻ എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ വാട്ട് വാസ് ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ? ദ മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു റീഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഫ്രം ലാർജ് ലാൻഡ് ഓണേഴ്സ് ടു സ്മോൾ ഫാമേഴ്സ് ആൻഡ് ലാൻഡ്ലെസ് ലേബേഴ്സ്. അപ്പോൾ നമ്മുടെ main objective was to redistribute land from large land owners to small farmers and landless laborers. അപ്പം കൂടുതൽ ഭൂമിയുള്ള ആളുകളിൽ നിന്ന് കുറഞ്ഞ ഭൂമിയുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യണം എന്നുള്ളൊരു ആക്റ്റ് ആയിരുന്നു ലാൻഡ് റിഫോംസ്. പ്രൊമോട്ട് ഇക്വിറ്റബിൾ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ എല്ലാവർക്കും ഒരേപോലെ ലാൻഡ്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെയായിരുന്നു അതിൻ്റെ എയിം. ഇനി ഹൗ വാസ് സർപ്ലസ് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്? എങ്ങനെയാണ് സർപ്ലസ് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? സർപ്ലസ് ലാൻഡ് ടേക്കൺ ഓവർ ബൈ ദ ഗവൺമെൻറ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാൻഡ്ലെസ് പേഴ്സൺസ് ആൻഡ് ടെനൻസ്. കൂടുതലുള്ള ഭൂമി ഗവൺമെൻറ് ഏറ്റെടുക്കും, എന്നിട്ട് ആർക്ക് കൊടുക്കും? പെസൻസിനും ടെനൻസിനും കൊടുക്കും. വിച്ച് സ്റ്റേറ്റ് ബിക്കം എ മോഡൽ ഫോർ ഇന്ത്യ ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ലാൻഡ് റിഫോംസ്? ഏത് സംസ്ഥാനമാണ് ഒരു മോഡലായി മാറിയത്? നമ്മുടെ കേരളയാണ്. വാട്ട് വാസ് ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഇമ്പാക്റ്റ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്റ്റ്? എന്താണ് ഗ്രീൻ റെവല്യൂഷൻ? അത് എങ്ങനെ ഫുഡ് പ്രൊഡക്ഷന് ഇമ്പാക്റ്റ് ഉണ്ടാക്കി? ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് എ പ്രോഗ്രാം ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ യൂസിങ് ഹൈ ഹീൽഡിങ് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ന്യൂ ടെക്നോളജീസ്, ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സയൻറ്റിഫിക് ഇറിഗേഷൻ. ഇതൊക്കെയായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ്റെ പ്രോഗ്രാമിൽ പെടുന്നത്. വിച്ച് ഫുഡ് ഗ്രെയിൻ വാസ് മോസ്റ്റ് ഇമ്പാക്റ്റഡ് ബൈ ഗ്രീൻ റെവല്യൂഷൻ? അപ്പം ഗ്രീൻ റെവല്യൂഷനിൽ നേട്ടം ഉണ്ടായത് ഏത് ഫുഡ് ഗ്രെയിനായിരുന്നു? വീറ്റ് പ്രൊഡക്ഷൻ വാസ് ദ ഫസ്റ്റ് ടു ഷോ സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട്സ് ഏണിംഗ് ദ ഗ്രീൻ റെവല്യൂഷൻ, ദ നിക് നെയിം വീറ്റ് റെവല്യൂഷൻ. അതായത് ആദ്യഘട്ടത്തിൽ നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്തും പറയുന്നുണ്ട്, വീറ്റ് റെവല്യൂഷൻ എന്നും പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ഗ്രീൻ റെവല്യൂഷന് കാരണമായത്? high yielding varieties, improved seeds for wheat, rice and other crops, irrigation facilities, expanded irrigation, infrastructure, modern farming. ഇതൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷന് കാരണമായത്. ഇനി അടുത്തത് നമുക്ക് ഇതിന് കാരണമായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കണം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ, അതാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ജനിച്ചത് കുംഭകോണം, തമിഴ്നാട്ടിലാണ്. ഈ സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ research. Though 70% of the population were farmers, our country was still importing food grains. നമ്മുടെ രാജ്യത്തെ 70% ജനങ്ങളും കർഷകരാണ്. എന്നാലും നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പോഴും എന്താണ്? ഇമ്പോർട്ട് ചെയ്യുകയാണ്. ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ദ കൊളാബറേഷൻ വിത്ത് നോർമൻ ഇ ബോർലോഗ് ഇംപ്ലിമെൻറ്റ് ഗ്രീൻ റെവല്യൂഷൻ. അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നോർമൻ ഇ ബോർലോഗുമായി സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഒരു ഗ്രീൻ റെവല്യൂഷൻ എന്നുള്ളൊരു പരീക്ഷണം നടത്തിയത്. ആസ് എ റിസൾട്ട് പക്ഷേ അതിന് നല്ല ഫലം കണ്ടു. പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 5 million tons ഓവർ പ്രീവിയസ് ഹാർവസ്റ്റ്. കഴിഞ്ഞ വിളവിനെക്കാട്ടിയും എത്ര മടങ്ങാണ് കൂടുതൽ കിട്ടിയത്? 5 million tons ആണ് കൂടുതൽ നമുക്ക് വിളവ് കിട്ടിയത്. ഫോളോയിങ് ദിസ് ഇന്ത്യ ബിക്കെയിം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിലൂടെ ഇന്ത്യ എന്തായി? സെൽഫ് സഫിഷ്യൻ്റ് ആയി. ഹി പ്ലേഡ് ദ ലീഡിങ് റോൾ ഇൻ ദോസ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് വാസ് ഹോണേഡ് ബൈ ദ നേഷൻ. അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിലെ ഒരു ഫുഡ് സഫിഷ്യൻസി അറ്റൈൻ ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുള്ളതാണ് ഗ്രീൻ റെവല്യൂഷൻ. അതിനെ പിന്നെ പ്രവർത്തിച്ച ഡോക്ടർ എം.എസ്. സ്വാമിനാഥനെ എങ്ങനെയാണ് ആദരിച്ചത്? പത്മഭൂഷൺ, ഭാരതരത്ന, അതേപോലെ തന്നെ
പത്മശ്രീ തുടങ്ങിയൊക്കെ നൽകി ഹോണർ ചെയ്തിട്ടുണ്ട്. ഹി പാസ്ഡ് അവേ 28 സെപ്റ്റംബർ 2023 ഇൻ ചെന്നൈ. അപ്പോൾ 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ. ആരാണ്? ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇനി നമുക്ക് 2 ഫേസസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷനും ബെനിഫിറ്റും ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് ആദ്യം നോക്കാം. ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. എൻഷോർഡ് സെൽഫ് സഫിഷ്യൻസി, നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കി. അതായത് നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക, ഇവിടുന്ന് ഇറക്കുമതി ഒന്നും ചെയ്യേണ്ട. അതാണ് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത്. ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്ഡ്. അപ്പം പിന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ വിലയൊക്കെ കുറഞ്ഞു. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിങ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. അപ്പം ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്ത, പൂത്തിവെഴുപ്പ് അതൊക്കെ കുറഞ്ഞു. ഇനി 2 പോയിൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യണം, അത് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത ലിമിറ്റേഷൻ, ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. ഇപ്പം ജലം അമിതമായി ഉപയോഗിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഗ്രീൻ റെവല്യൂഷൻ വന്നത്. അപ്പോൾ ഒരുപാട് ജലം ഉപയോഗിച്ച വഴി നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ് ചെയ്തു. പിന്നെ നെക്സ്റ്റ്, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഇപ്പോൾ രാസവളങ്ങളും കീടനാശിനികളൊക്കെ അമിതമായിട്ട് ഉപയോഗിച്ച് എന്തായി മണ്ണിൻ്റെ ആ ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതിനോട് നമുക്ക് 2 പോയിൻ്റ് കൂടി ആഡ് ചെയ്യാം. ബെനിഫിറ്റിൽ ഇൻക്രീസ്ഡ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, അതേപോലെ സെൽഫ് സഫിഷ്യൻസി, ലോവർ ഫുഡ് ഗ്രെയിൻ പ്രൈസസ്, റെഡ്യൂസ്ഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ്, ഇംപ്രൂവ്ഡ് ഫുഡ് സെക്യൂരിറ്റി, എൻഹാൻസ്ഡ് റൂറൽ എംപ്ലോയ്മെൻറ്റ്. ഇത്രയും എഴുതാം. ഇനി അടുത്തത് എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. റെഡ്യൂസ്ഡ് സോയിൽ ഫെർട്ടിലിറ്റി, ഇൻക്രീസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ എക്സ്റ്റേണൽ ഇൻപുട്സ്, എൻവയോൺമെൻറ്റ് കൺസേൺ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ ഇറോഷനൊക്കെ ഉണ്ടായി. ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. ഇനി നമുക്ക് അതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട് ഓൺ ഹൗ ദ ഗ്രീൻ റെവല്യൂഷൻ ഹെൽപ്ഡ് ടു ഇറാഡിക്കേറ്റ് ഫുഡ് ഷോർട്ടേജ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ രാജ്യത്തെ ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നതിന് ഗ്രീൻ റെവല്യൂഷൻ എത്രത്തോളം പങ്കുവഹിച്ചു എന്ന് ഒരു നോട്ട് ഉണ്ടാക്കാനാണ്. ഡെസ്പൈറ്റ് ചലഞ്ചസ്, ദ ഗ്രീൻ റെവല്യൂഷൻ എൻഷോർഡ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി. ഇപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗ്രീൻ റെവല്യൂഷൻ ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. റെഡ്യൂസ്ഡ് പോവർട്ടി ആൻഡ് ഹങ്ങർ, ദാരിദ്ര്യമൊക്കെ റെഡ്യൂസ് ചെയ്തു. ആൻഡ് ട്രാൻസ്ഫോംഡ് ഇന്ത്യസ് അഗ്രികൾച്ചർ ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു കാർഷിക മുഖച്ഛായ തന്നെ മാറ്റിയൊരു സംഭവമായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ. ടു സസ്റ്റെയിൻ പ്രോഗ്രസ്, ഇന്ത്യ മസ്റ്റ് പ്രയോറിറ്റൈസ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഡൈവേഴ്സിഫിക്കേഷൻ and climate resilient practices. The revolution's legacy continues to shape India's agriculture policies. അപ്പോൾ ഇന്ത്യയുടെ അഗ്രികൾച്ചറിൻ്റെ ആ മുഖം മാറ്റാൻ തന്നെ ഗ്രീൻ റെവല്യൂഷന് വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരാളെ പരിചയപ്പെടാൻ, നോർമൽ ഇ ബോർലോഗ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ നോർമൽ ഇ ബോർലോഗുമായി സഹകരിച്ചിട്ടാണ് ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ എന്നൊരു ഐഡിയ നടപ്പിലാക്കിയത്. അപ്പോൾ നമ്മുടെ ലോകമെമ്പാടുമായിട്ട് ഒരു ഗ്രീൻ റെവല്യൂഷൻ്റെ അതായത് ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന നോർമൻ ഇ ബോർലോഗാണ്. ഇന്ത്യൻ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദറാണ് നമ്മൾ പറഞ്ഞ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇത് father of a green revolution. Okay, that saved thousands of people from starvation around the world. അപ്പം ഒരുപാട് അനേകായിരം ആൾക്കാരെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ആളാണ് നോർമൻ ഏണസ്റ്റ് ബോർലോഗ്. He was born on 25th March 1914 in USA and believed that freedom from hunger was the first step towards peace. അപ്പോൾ അദ്ദേഹം എന്താണ് വിശ്വസിച്ചത്? പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് 1970 കിട്ടി. ഹി റിസീവ്ഡ് ദ നൊബേൽ പ്രൈസ് ഇൻ 1970. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ്, ദാരിദ്ര്യം, പോവേർട്ടി എന്നാൽ എന്താണ്? ഒരു കോട്ടിംഗ് ആണ്. 2 friends reached his home in search of him. 2 ചങ്ങാതിമാർ അവനെ അന്വേഷിച്ചെത്തി. They could not see him at home. അവനെ വീട്ടിൽ കണ്ടില്ല. No one in the family knew where he went. എവിടെ പോയെന്ന് വീട്ടുകാർക്കും അറിയില്ല. At last they entered the room and searched.
റൂമിലേക്ക് കയറി അവിടെ സെർച്ച് ചെയ്തു. ദ ബോയ് വാസ് ക്രൗച്ചിങ് അണ്ടർ ദ ബെഡ് ഡൂയിങ് മാത്സ് ഓൺ എ സ്ലേറ്റ്. അപ്പോൾ ആ കുട്ടി കട്ടിൻ്റെ ക്രൗച്ചിങ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞിരുന്നിട്ട് എന്താണ് കട്ടിൻ്റെ അടിയിൽ നിന്ന് എന്തോ മാത്സ് ചെയ്യാൻ സ്ലൈറ്റിൽ. ദേ ആസ്ക്ഡ് കാൻ യു ഡൂ ഓൺ പേപ്പർ, നിങ്ങൾക്ക് ഇത് പേപ്പറിൽ എഴുതിക്കൂടെ? അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞത് എന്താണ്? മൈ ഫാദർ ഈസ് സ്ട്രഗ്ലിംഗ് ടു പ്രൊവൈഡ് മീ ഫുഡ്. ആഹാരം നൽകാൻ പോലും അച്ഛൻ നന്നേ കഷ്ടപ്പെടുകയാണ്. ഹൗ ക്യാൻ ഹി ബൈ പേപ്പർ ഫോർ മീ, എങ്ങനെയാണ് എനിക്ക് പണം കൊടുത്ത് കടലാസ് വാങ്ങുക? ദോസ് ഫ്രണ്ട്സ് വർ ഡീപ്ലി ഹേർട്ട് ബൈ ദിസ് ഈസ് ആൻസർ. അപ്പോൾ ആ ആൻസർ കേട്ടിട്ട് കൂട്ടുകാർക്ക് വളരെയധികം വിഷമം തോന്നി. അതായത് അത്രയും ദാരിദ്ര്യമാണ്, ഭക്ഷണം വാങ്ങാൻ തന്നെ അച്ഛൻ കഷ്ടപ്പെടുകയാണ്. ആരുടേതാണ്? ശ്രീനിവാസ രാമാനുജൻ്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണിച്ചത്. നമുക്കറിയാം ശ്രീനിവാസ രാമാനുജനെ നമ്മൾ പറയുന്നത് an Indian mathematician who was described as a mathematical wizard. വിസാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മജീഷ്യൻ, മാന്ത്രികൻ, കണക്കിലെ മാന്ത്രികൻ എന്നാണ് നമ്മൾ രാമാനുജനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. മെനി പീപ്പിൾ ഇൻ our society are unable to meet even their basic needs. നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്താണ് മിതമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട് അല്ലേ? വാട്ട് ക്യാൻ വി കോൾ ദ കണ്ടീഷൻ ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു ഫുൾഫിൽ സച്ച് നീഡ്സ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഒന്നാമത് ഫുഡ്, രണ്ടാമത്തത് വസ്ത്രം, മൂന്നാമത്തത് നമുക്ക് കയറി കിടക്കാൻ ഒരു വീട്, ഇത്രയാണ്. ഇതുപോലും നിറവേറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സിറ്റുവേഷനെ നമ്മൾ എന്താ വിളിക്കുക? നമുക്കിവിടെ എഴുതാം പോവർട്ടി. അത് തന്നെയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പോവർട്ടി എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണിത്. പോവർട്ടി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ നോട്ട് ആക്സസിബിൾ ആസ് പെർ റിക്വയർമെൻറ്റ്. അപ്പോൾ ദാരിദ്ര്യം, പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ബേസിക് നീഡ്സായ ഫുഡ്, ക്ലോത്തിങ്, അതേപോലെ തന്നെ ഷെൽട്ടർ, അതേപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊന്നും ആവശ്യാനുസരണം നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് നമ്മൾ പോവർട്ടി എന്ന് പറയുന്നത്. ദ പുവർ ആർ ദോസ് ഹു ഡു നോട്ട് ഹാവ് ദ ആക്സസ് ടു ഇൻകം ഓർ പ്രോപ്പർട്ടി ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നീഡ്സ്. അപ്പോൾ ദരിദ്ര അല്ലെങ്കിൽ പുവർ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ആവശ്യങ്ങളൊന്നും നിറവേറ്റാനും വരുമാനമോ അല്ലെങ്കിൽ സ്വത്തോ ഇല്ലാത്തവരാണ് ഈ പുവർ എന്ന് പറയുന്നത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ കണ്ടീഷൻ കോൾഡ് വെൻ പീപ്പിൾ ആർ അൺഎബിൾ ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്? ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്നതാണ് പോവർട്ടി. വാട്ട് ആർ ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് ദാറ്റ് ആർ അൺമെറ്റ് ഇൻ പോവർട്ടി? ഈ പോവർട്ടിയിൽ എന്താണ് മീറ്റ് ചെയ്യാൻ കഴിയാത്തത്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹു ആർ കൺസിഡേർഡ് പുവർ. പുവർ എന്ന് പറയുന്ന ആരാണ്? ദോസ് ഹു ലാക്ക് ആക്സസ് ടു ഇൻകം ഓർ പ്രോപ്പർട്ടി ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്. അവരുടെ ബേസിക് നീഡ്സ് അവർക്ക് നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമില്ല അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ പുവർ പീപ്പിൾ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോവർട്ടി? പോവർട്ടിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഇൻസഫിഷ്യൻറ്റ് ഇൻകം, മതിയായ ഇൻകം ഇല്ല. ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷന് ലിമിറ്റഡ് ആക്സസ് ആണ്. ഇന്നാഡിക്വേറ്റ് ഹെൽത്ത് കെയർ, നല്ലൊരു ഹെൽത്ത് കെയർ ഇല്ല. അൺറിലയബിൾ ഫുഡ് സപ്ലൈ എന്ന് വെച്ചാൽ അൺറിലയബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പോവർട്ടി ലൈൻ എന്ന് പറയും, ദാരിദ്ര്യരേഖ. എന്താണ് പോവർട്ടി ലൈൻ? എ പോവർട്ടി ലൈൻ ഈസ് എൻ ഇമാജിനറി ലൈൻ. അതൊരു സാങ്കല്പിക രേഖയാണ്, അല്ലാതെ ഒറിജിനൽ നമ്മൾ പറയാണ്. ദാറ്റ് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻ ടു ദോസ് ഹു ആർ പുവർ ഓർ നോട്ട്. ഇപ്പോൾ രാജ്യത്തിൽ പുവറായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, അല്ലാത്തവരാര്, അവരെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇമാജിനറി ലൈനാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. Poverty in our country is calculated based on one's income and calories obtained from food. അപ്പോൾ ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട കാലറീസ്, ഊർജ്ജം, എനർജി, ഇതിനെയാണ് നമ്മൾ കാലറി എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് പോവർട്ടി ഡിസൈഡ് ചെയ്യുന്നത്. ലെറ്റസ് എക്സാമിൻ ദ റീസൺസ് ദാറ്റ് ലീഡ് ടു പീപ്പിൾ ടു പോവർട്ടി. പോവർട്ടിക്ക് കാരണമായത് എന്താണെന്ന് അത് നമ്മൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഇവിടെ ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഡെപ്റ്റ്നെസ്, അതേപോലെ ഓവർ പോപ്പുലേഷൻ, പ്രൈസ് റൈസ്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 3 പോയിൻ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ,
അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പോവർട്ടി ലൈൻ? എൻ ഇമാജിനറി ലൈൻ ഡിവൈഡിങ് ദ കൺട്രീസ് പോപ്പുലേഷൻ ഇൻറ്റു പുവർ ആൻഡ് നോൺ പുവർ. ഇതിനെയാണ് പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഹൗ ഈസ് പോവർട്ടി മെഷേർഡ് ഇൻ ഇന്ത്യ? പോവർട്ടി എങ്ങനെയാണ് ഇന്ത്യയിൽ കണക്കാക്കുന്നത്? ബേസ്ഡ് ഓൺ ഇൻകം, വരുമാനത്തെയും അതേപോലെ തന്നെ കാലറീസ് ഒബ്റ്റൈൻഡ് ഫ്രം ഫുഡിൽ നിന്ന് ഒബ്റ്റൈൻ ചെയ്ത കാലറിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ ദ കോമൺ കോസസ് ഓഫ് പോവർട്ടി? ഏതൊക്കെയാണ്? ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഡെപ്റ്റ്നെസ്, പ്രൈസ് റൈസ്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എഴുതാം, ലിമിറ്റഡ് ആക്സസ് ടു ഹെൽത്ത് കെയർ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, സോഷ്യൽ എക്സ്ക്ലൂഷൻ, കറപ്ഷൻ, എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു 3 പോയിൻറ്റ് നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്കാണ് എന്താണ്? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, MPI. Okay, the multidimensional poverty index is a new method developed to measure global poverty. അപ്പോൾ ഈ MPI അഥവാ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ വേൾഡ് വൈഡ് പോവർട്ടി, വേൾഡ് വൈഡ് ലോകമെമ്പാടും എത്ര ദാരിദ്ര്യമുണ്ട് എന്ന് കണക്കാക്കാനായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണ് MPI എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ജോയിൻ്റ്ലി പ്രിപ്പയർഡ് ബൈ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് ദ യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഈ ആൾക്കാരൊക്കെയാണ്. OPHI, UNDP ഒക്കെ ആണ്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഈസ് കാൽക്കുലേറ്റഡ് ബൈ അസസിങ് 12 ഇൻഡിക്കേറ്റേഴ്സ് അക്രോസ് 3 ഡയമെൻഷൻ. അപ്പോൾ ഈ MPI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് 12 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ ഹൗസ് ഹോൾഡ്. ഒരു വീട്ടിലുള്ള ആൾക്കാരുടെ ഈ ഒരു 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് 12 ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് MPI തീരുമാനിക്കുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇൻകം ഈസ് നോട്ട് ദ ഓൺലി ക്രൈറ്റീരിയ ഫോർ മെഷറിംഗ് പോവർട്ടി അക്കോർഡിംഗ് ടു ദ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്? അപ്പോൾ ദാരിദ്ര്യം അളക്കാനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല. സാധാരണ നേരത്തെ നമ്മൾ പറഞ്ഞു വരുമാനവും കാലറീസിലുമാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ നമ്മൾ പോവർട്ടി ലൈന് എങ്ങനെയാണെന്ന് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ MPI പ്രകാരം പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല, വേറെ അതിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, അതേപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഈ ഒരു 3 കാര്യങ്ങളും കൂടി പരിഗണിക്കുന്നുണ്ട്. Okay, multidimensional poverty is calculated by taking into account how much each individual and family can achieve in terms of health, education and standard of living. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്? MPI, എ മെഷർ ഓഫ് ഗ്ലോബൽ പോവർട്ടി അസസിങ് മൾട്ടിപ്പിൾ ഡെപ്രിവേഷൻ ബിയോണ്ട് ഇൻകം. ഹൂ ഡെവലപ്ഡ് MPI? ആരാണ് ഇത് ഡെവലപ്പ് ചെയ്ത്? ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് UNDP. വാട്ട് ആർ ദ 3 ഡയമെൻഷൻ ഓഫ് MPI? MPIൻ്റെ 3 ഡയമെൻഷൻ ഏതൊക്കെയാണ്? ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഹൗ മെനി ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് MPI? MPI കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്? 12 ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 12 ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ്? ഒന്ന് ന്യൂട്രീഷൻ, ചൈൽഡ് മോർട്ടാലിറ്റി, ഹെൽത്ത് കെയർ, ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, സ്കൂൾ അറ്റൻഡൻസ്, ലിറ്ററസി, കുക്കിംഗ് ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഫ്ലോറിംഗ്, അസറ്റ്സ്. ഓക്കെ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് MPI? ഈ MPI ഉപയോഗിക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണ്? കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പോവർട്ടി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതേപോലെ ടാർജറ്റഡ് ഇൻ്റർവെൻഷൻസ്, ഇംപ്രൂവ് പോളിസി ഡിസിഷൻസ്, എൻഹാൻസ്ഡ് ട്രാക്കിംഗ് ഓഫ് പ്രോഗ്രസ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പോളിസി ഡിസൈഡ് ചെയ്യാൻ, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ, പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റൊക്കെ നമുക്ക് ഈ ഒരു MPI ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ 12 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നതാണ്. ഹെൽത്തിന് 3 എണ്ണം, എഡ്യൂക്കേഷന് 2 എണ്ണം, പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വരുന്നതാണ്. മൊത്തം 12 ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത് 3 ലെവലാണ്. ഒന്ന് ഹെൽത്ത് ലെവൽ, ഒന്ന് എഡ്യൂക്കേഷൻ ലെവൽ, ഒന്ന് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, ദ ഗ്രാഫ് ഷോസ് ദ പോവർട്ടി ലെവൽ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇനി അടുത്തുള്ള ഇതിൽ നിങ്ങൾ കണ്ടു, ഇത് ഗ്രാഫ് നിങ്ങൾ പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം. ഓരോ സ്റ്റേറ്റിൻ്റെയും ഗ്രാഫ് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ കേരളം നമ്മൾ നോക്കിയാൽ കേരളം എത്രാം സ്ഥാനത്താണെന്ന് നമുക്ക് കാണാം.
കേരളം ആദ്യം ഗോവ കഴിഞ്ഞിട്ട് പിന്നെ കേരളമാണെന്ന് തോന്നുന്നു അല്ലേ. 0.84 0.55% കേരളം. ഓക്കെ, അപ്പോൾ കേരളത്തിൽ നല്ലൊരു റാങ്കാണുള്ളത്. കേരള റാങ്ക് സെക്കൻഡ് among ഇന്ത്യൻ സ്റ്റേറ്റ്സ് വിത്ത് ദ ലോവസ്റ്റ് മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സ്. അപ്പോൾ MPI അനുസരിച്ച് കേരളക്ക് സെക്കൻഡ് റാങ്കാണുള്ളത് വിത്ത് ഓൺലി 0.7% ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ ലിവിങ് ബിലോ ദ പോവർട്ടി ലൈൻ. അപ്പോൾ നമ്മുടെ ഇവിടെ 7.6% ആൾക്കാരേ ഉള്ളൂ എന്താണ് പോവർട്ടി ലൈനിൽ താഴെ ജീവിക്കുന്നവർ അക്കോർഡിംഗ് ടു 2023 ഡാറ്റ 1. ദിസ് ഈസ് എ റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതൊരു റിമാർക്കബിൾ അച്ചീവ്മെൻ്റ് ആണ് കേരളത്തെ സംബന്ധിച്ച്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ നല്ലൊരു പെർസെൻറ്റേജ് ഉണ്ടാവാൻ കാരണം എന്താണ് നമുക്ക് നോക്കാം. അതിനെപ്പറ്റി ഒരു നോട്ട് എഴുതാനും നിങ്ങളുടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റി ഉണ്ട്. ഹൈ ലിറ്ററസി റേറ്റ്. ഒന്നാമത് അറിയാമല്ലോ, നമ്മുടെ നാട് സാക്ഷരത കൂടുതലുള്ള നാടാണ്. അപ്പോൾ കേരള ബോസ്റ്റ് ഹൈ ലിറ്ററസി റേറ്റ് ഓഫ് ഓവർ 94%, വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ഇന്ത്യ. പിന്നെ അതേപോലെ ഗുഡ് ഹെൽത്ത് കെയർ ആണ് നമ്മുടെ ഇവിടെയുള്ളത്. നമുക്കറിയാമല്ലോ നിപ്പ, അതേപോലെ തന്നെ കൊറോണ തുടങ്ങിയ എല്ലാ വൈറസുകളെയൊക്കെ അതിജീവിച്ചൊരു നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇവിടെ ഗുഡ് ഹെൽത്ത് കെയർ ആണ്. കേരളാസ് ഹെൽത്ത് കെയർ സിസ്റ്റം ഈസ് വെൽ റിഗാർഡഡ് വിത്ത് ആക്സസ് ടു ക്വാളിറ്റി മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ്. ഇവിടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോഷ്യൽ വെൽഫെയർ സ്കീംസ്. നമ്മൾ നേരത്തെ പഠിച്ച ഒരുപാട് സോഷ്യൽ വെൽഫെയർ സ്കീംസ്. ദ സ്റ്റേറ്റ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് വേരിയസ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ടാർഗറ്റിംഗ് വൾനറബിൾ പോപ്പുലേഷൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് നമ്മുടെ കേരളത്തിലുണ്ട്. ഓക്കെ, ഇനി ടു ഗെറ്റ് ഔട്ട് ഓഫ് പോവർട്ടി, ഇനി ഈ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളതെന്ന് നോക്കാം. Okay, central and state government are implementing many poverty alleviation programs to eradicate poverty prevalent in our country. These project can be classified into 3 categories. അപ്പോൾ നമ്മുടെ രാജ്യവും അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും ഗവൺമെൻറ്റും നടപ്പിലാക്കിയിട്ട് ഒരുപാട് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നമ്മുടെ ഇന്ത്യയിലും അതേപോലെ തന്നെ കേരളത്തിലും ഉണ്ട്. അത് 3 ലെവലായിട്ടാണുള്ളത്. 3 കാറ്റഗറീസാണ്. ഒന്ന് സെൽഫ് എംപ്ലോയിഡ് വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീം, രണ്ടാമത്തെ ഫുഡ് സെക്യൂരിറ്റി പ്രോജക്റ്റ്, മൂന്നാമത്തെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്. അപ്പോൾ ഓരോന്നിലുള്ള നമുക്ക് നോക്കാം. സെൽഫ് എംപ്ലോയിഡ് വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീംസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതേപോലെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡൾട്ട്സ് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇൻകം. ഇപ്പോൾ താഴ്ന്ന വരുമാനമുള്ള അഡൾട്ടിനൊക്കെ എന്താണ് തൊഴിലവസരങ്ങളും അതുവഴി എന്തായിരിക്കും വരുമാനവും ലഭിക്കുന്നു. നെക്സ്റ്റ് ലൈഫ് പ്ലാൻ ആണ്. അതിൽ ടു പ്രൊവൈഡ് ലൈവ്ലിഹുഡ് ഡിപ്പെൻഡ്സ് ഓൺ വിക്ടിംസ് ഓഫ് എ ക്രൈം ഹു ആർ സഫറിങ് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. ഇപ്പോൾ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്ന അവരുടെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ജോലിയോ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു ലൈവ്ലിഹുഡ് കണ്ടെത്തുന്ന പദ്ധതിയാണ് ജീവനം പദ്ധതി, ലൈഫ് പ്ലാനം. അതേപോലെ തന്നെ അടുത്തത് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. എംപ്ലോയ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ടു ദ അഡൾട്ട് മെമ്പേഴ്സ് ഓഫ് എവരി ഹൗസ് ഹോൾഡ് ലിവിങ് ഇൻ അർബൻ ഏരിയാസ് ഹു ആർ വില്ലിങ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ ലേബേഴ്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓരോ കുടുംബത്തിലെയും അഡൾട്ടായിട്ടുള്ള അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു സ്കീമാണ്. ഇതൊക്കെ എന്താണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. 3 നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി പ്രോജക്റ്റ് ഏതാണെന്ന് നോക്കാം. അത് 2 എണ്ണമാണുള്ളത്. ഒന്ന് PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദ പീപ്പിൾ. അപ്പോൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ റേഷൻ കട, സപ്ലൈക്കോ അങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് ഫുഡ് എന്താണ് ഐറ്റംസ് കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ നമുക്കറിയാം. റേഷൻ കടയൊന്നും അറിയാത്തവരാരും ഉണ്ടാവില്ല. അതാണ് PDS എന്ന് പറയുന്നത്. ഇനി അടുത്ത് PM പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, മിഡ് മീൽ സ്കീം ഫോർ 1st to 8th grade സ്കൂൾ ചിൽഡ്രൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം നമുക്ക് കിട്ടുമല്ലോ. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളുള്ള കുട്ടികൾക്ക് നല്ല വൈവിധ്യമാർന്ന ഭക്ഷണം. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും കഞ്ഞിയും ചെറുപയറും മാത്രമായിരുന്നു. ഇപ്പോൾ അതൊന്നല്ല, ഓരോ ദിവസവും ഓരോ മെനു ആണ് എല്ലാ സ്കൂളിലും. ചിക്കൻ കറി, അതേപോലെ തന്നെ സാമ്പാർ ഒരു ദിവസം, അതേപോലെ തന്നെ എന്താണ് മുട്ടക്കറി, അങ്ങനെ ഒരു മെനു ആണ്. ആഴ്ചയിൽ 5 ദിവസം വ്യത്യസ്തമായ മെനു ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണമാണ് ഇപ്പോൾ ഉള്ളതൊക്കെ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ,
നെക്സ്റ്റ് എന്താണ് നമുക്ക് അതിൽ തന്നെ വരുന്നതാണ് 2 പദ്ധതിയുണ്ട് 3 പദ്ധതിയുണ്ട്. സുഭിക്ഷ കേരളം സ്കീം. ദ പ്രോജക്റ്റ് ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് സുഭിക്ഷ കേരളം. നെക്സ്റ്റ് സോഷ്യൽ സെക്യൂരിറ്റി ആണ്. സോഷ്യൽ സെക്യൂരിറ്റിയിൽ 3 ഉണ്ട്. ഏതൊക്കെയാണ്? നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് സ്കീം, പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന, നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അപ്പോൾ നിരാമയ എന്ന് പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിനുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇത് രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്ന പൗരന്മാരുണ്ടായില്ല, അതായത് 60 എബോവ് വയസ്സുള്ളവർക്ക് പെൻഷനും അതേപോലെ ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ 2 പദ്ധതിയും. ഓക്കെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സുഭിക്ഷ കേരളം സ്കീം? സുഭിക്ഷ കേരള സ്കീമിൻ്റെ എന്താണ് ലക്ഷ്യം? ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഇൻ കേരള. വാട്ട് ആർ സം അതർ പോവർട്ടി അലിവേഷൻ സ്കീംസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള? കേരളത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. സം അതർ സ്കീംസ് ഇൻക്ലൂഡ് സ്നേഹ സ്വാന്തനം, വയോമിത്രം, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, കാരുണ്യ ഹെൽത്ത് ഇൻഷുറൻസ്, താലോലം, ആശ്വാസകരണം. അതൊക്കെ എന്താണ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കുടുംബശ്രീയും അതേപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ബെനിഫിഷ്യറീസ് ഓഫ് എബോ സ്കീംസ് ഇൻ യുവർ ഏരിയ. അപ്പോൾ നമ്മുടെ ഏരിയയിൽ പിന്നെ ഉള്ള സ്കീംസ്, അത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടല്ലോ. നമ്മുടെ ഏരിയയിൽ ഈ പദ്ധതികളുടെ ഒക്കെ പ്രയോജനം കിട്ടുന്ന ആർക്കാണ്, അതേപോലെ വേറെ എന്തെങ്കിലും സ്കീംസ് ഉണ്ടോ എന്നൊക്കെ എഴുതി നിങ്ങളുടെ ഒരു നോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ ഇതൊക്കെ ബിലോ പോവർട്ടി ലൈൻ, പോവർട്ടി BPL കാർഡ് ഹോൾഡേഴ്സിനൊക്കെ ഒരുപാട് ബെനിഫിഷ്യറീസ് ആണ്. അതേപോലെ ലോ ഇൻകം ഫാമിലീസ്, വുമൺ ഹെഡഡ് ഹൗസ് ഹോൾഡ്, അതായത് വുമൺ ഹെഡഡ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ എന്താണ് ഗൃഹനാഥ ആയിട്ടുള്ള, അതായത് വിഡോസ്, ഫാമിലീസ് വിത്ത് ഡിസേബിൾഡ് മെമ്പേഴ്സ്, അംഗപരിമിതിയുള്ള മെമ്പേഴ്സ്, ഫാമിലീസ് അഫക്റ്റഡ് ബൈ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഇൽനെസ്. കേരളത്തിലുള്ള അലിവേഷൻ പ്രോഗ്രാം നമുക്ക് പറയാം വയോമിത്ര പെൻഷൻ സ്കീം ഫോർ സീനിയർ സിറ്റിസൻസിനൊക്കെ പെൻഷൻ എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അതേപോലെ ആശ്വാസകിരണ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഡെസ്റ്റിറ്റ്യൂട്ട് വുമൻ, സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് സ്കീം ഫോർ ഓർഫൻഡ് ചിൽഡ്രൻ, താലോല ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ഫാമിലീസ് വിത്ത് ഡിസേബിൾഡ് മെമ്പേഴ്സ്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ചില സ്കീംസ് മാത്രമാണ്. ഒരുപാട് പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഈ വയോജനങ്ങളുടെയും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നെ ഡിസേബിൾഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്കീംസ് നമ്മുടെ കേരളത്തിലുണ്ട്. പിന്നെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് സ്കീംസ് ഉണ്ട്. ഇനി അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം കുടുംബശ്രീ അല്ലേ, ആൻഡ് പോവർട്ടി അലിവിയേഷൻ. കുടുംബശ്രീ എന്ന രൂപീകരിച്ചത് 1998 മെയ് 17 എന്തിനാണ് രൂപീകരിച്ചതെന്ന് അറിയാമല്ലോ? വിത്ത് ദ എയിം ഓഫ് പോവർട്ടി അലിവേഷൻ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൻ. സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കാനും അതേപോലെ തന്നെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും വേണ്ടി 1997 മെയ് 17 ആരംഭിച്ച ഒരു പദ്ധതിയാണ് കുടുംബശ്രീ പദ്ധതി. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് കുടുംബശ്രീ ഇല്ലാത്ത മേഖലകളൊന്നുമില്ല. കുടുംബശ്രീ ഹാസ് സക്സസ്ഫുള്ളി സ്പ്രെഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഓൾ വർക്ക്സ് ഓഫ് സോഷ്യൽ ലൈഫ്. അപ്പോൾ കുടുംബശ്രീ മെമ്പേഴ്സ് ആർ ഓൾസോ എംപ്ലോയ്ഡ് ഇൻ ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ഷീ സ്റ്റാർട്ട്സ്. ഓക്കെ, ഷീ സ്റ്റാർട്ട്സിലുണ്ട്. അതേപോലെ ജനകീയ ഹോട്ടൽസ്, കൊച്ചി മെട്രോ സർവീസ് ആൻഡ് കേരളാസ് ഫസ്റ്റ് വാട്ടർ മെട്രോ സർവീസ്, ഇവിടെയൊക്കെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് അഡോപ്റ്റഡ് ദ കുടുംബശ്രീ മോഡൽ. അപ്പോൾ നമ്മുടെ ഇത് കണ്ടിട്ട് നമ്മുടെ കേരളത്തിലാണ് കുടുംബശ്രീ വന്നത്. ഇത് കണ്ടിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഈ മോഡൽ ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീസ് എക്സ്പീരിയൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ആർ ഹെൽപ്ഫുൾ for poverty alleviation and creation of knowledge and economy and has distributed to social capital formation. അപ്പോൾ ഈ കുടുംബശ്രീ ഒരുപാട് നമ്മുടെ പോവർട്ടി അലിവേഷനും അതേപോലെ തന്നെ ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബശ്രീ പ്രവർത്തകരുമായിട്ട് നമ്മൾ അഭിമുഖം സംഘടിപ്പിക്കാനായിട്ട് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാനാണ്. ഇൻ കുടുംബശ്രീസ് വർക്ക് ഇൻ ഹെൽപ്ഫുൾ ഇൻ പോവർട്ടി അലിവേഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ വാസ് കുടുംബശ്രീ ഇമ്പാക്റ്റഡ് യുവർ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് കോൺഫിഡൻസ്? കുടുംബശ്രീ എങ്ങനെയാണ് നിങ്ങളുടെ ആ സോഷ്യൽ സ്റ്റാറ്റസിനെയും നിങ്ങളുടെ കോൺഫിഡൻസിനെയും സഹായിച്ചത്? ഹാവ് യു പാർട്ടിസിപ്പേറ്റ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർ വർക്ക്ഷോപ്പ്? നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഹൗ ഹാസ് കുടുംബശ്രീ ഇൻഫ്ലുവൻസ്ഡ് യുവർ ഡിസിഷൻ മേക്കിംഗ് പവർ?
പവർ, നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് പവർ, തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു എബിലിറ്റിനെ എത്രത്തോളം കുടുംബശ്രീ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഹൗ ഹാസ് കുടുംബശ്രീ ഹെൽപ്ഡ് അലിവേറ്റ് പോവർട്ടി ഇൻ യുവർ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് കുടുംബശ്രീ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്താകാൻ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാം. വാട്ട് സ്പെസിഫിക് ഇനിഷ്യേറ്റീവ്സ് ഹാവ് മെയ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ്, അപ്പോൾ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ എന്ത് ഇനീഷ്യേറ്റീവാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. ഹാവ് യു വിറ്റ്നസ്ഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഓർ ന്യൂട്രീഷൻ. വാട്ട് ചലഞ്ചസ് ഹാവ് യു ഫേസ്ഡ് ആസ് എ കുടുംബശ്രീ മെമ്പർ, നിങ്ങൾക്ക് എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഹൗ ക്യാൻ കുടുംബശ്രീ ഇംപ്രൂവ് ഇറ്റ് സർവീസ് ഓർ പ്രോഗ്രാം. ഡു യു ഹാവ് സജഷൻ ഫോർ സ്കെയിലിംഗ് അപ്പ് കുടുംബശ്രീസ് ഇമ്പാക്റ്റ്. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങളൊക്കെ മതി, നിങ്ങളിതിൽ നിന്ന് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫുഡ് സെക്യൂരിറ്റി. ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷുറിങ് ദാറ്റ് ഓൾ പീപ്പിൾ ഹാവ് ആക്സസ് ടു ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാവർക്കും എപ്പോഴും അവരവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ സെക്യൂർഡും അതേപോലെ ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഫുഡ് അവൈലബിൾ ആക്കുക. അതാണ് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾവേസ് ടു guarantee necessary circumstance to obtain it. Why can't food security be ensured? എന്തുകൊണ്ടാണ് നമുക്ക് ഭക്ഷ്യസുരക്ഷ അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ കഴിയാത്തത്? ഫസ്റ്റ് വൺ, ക്ലൈമറ്റ് ചേഞ്ച്, ലോ ഇൻകം, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഇൻഡസ്ട്രിയലൈസേഷൻ, റൈസ് ഇൻ പ്രൈസസ്, ഇംബാലൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിനോട് കുറച്ച് ആഡ് ചെയ്ത് നോക്കാം. ലോ ഇൻകം, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഇൻഡസ്ട്രിയലൈസേഷൻ, റൈസ് ഇൻ പ്രൈസസ്, ഇംബാലൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, എക്കണോമിക് ഇൻഇക്വാലിറ്റി, പുവർ ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെൻറ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാ ഇവിടെ ഉണ്ട്. വാട്ട് ആർ ദ ഗവൺമെൻറ് ഏജൻസീസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് സബ്സിഡി റേറ്റ്സ്, ഫൈൻഡ് മോർ ആൻഡ് കംപ്ലീറ്റ് ലിസ്റ്റ്. ഇവിടെ സിവിൽ സപ്ലീസും ത്രിവേണി സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അതേപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഫയർ പ്രൈസ് ഷോപ്സ്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, പിന്നെ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസേഴ്സ്, ഇതൊക്കെ നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹങ്കർ ഫ്രീ കേരള. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. എന്താണ് ഹങ്കർ ഫ്രീ കേരള എന്ന് പറഞ്ഞാൽ പട്ടിണി ഇല്ലാതാക്കിയിട്ട് കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. The key objective of Hunger Free Kerala project is to eliminate hunger and to make Kerala a hunger-free state. From 2017 to 2018, the project is being run with the help of Kudumbashree and local self-government bodies. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ആരുടെ സഹായത്തോടെയാണ്? കുടുംബശ്രീൻ്റെ സഹായത്തോടെയും അതേപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ടാവല്ലോ, അവരുടെയും സഹായത്തോടു കൂടിയാണ്. Through such innovative project, the aim is to achieve food security by ensuring adequate food for all. ഇതിൻ്റെയൊക്കെ എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്കൊരു നോട്ട് എഴുതാം. ദ ഹങ്കർ ഫ്രീ കേരള പ്രോജക്റ്റ് ഈസ് ആൻ ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ് എയിംഡ് അറ്റ് ഇറാഡിക്കേറ്റ് ഹങ്കർ, അതായത് ദാരിദ്ര്യം, വിശപ്പില്ലാതാക്കുക. എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഫോർ ഓൾ കേരള. ലോഞ്ച്ഡ് ഇൻ 2017, ദിസ് കമ്മ്യൂണിറ്റി ലെഡ് പ്രോജക്റ്റ് ഈസ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ബിറ്റ്വീൻ കുടുംബശ്രീ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ബൈ എങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ വിശപ്പ് രഹിത കേരളം, ഹങ്കർ ഫ്രീ കേരളം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ഫുഡ് ബാങ്ക്സ്, അതേപോലെ കമ്മ്യൂണിറ്റി കിച്ചൺ, പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് പ്രൊവൈഡിംഗ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ. ദ പ്രൊജക്റ്റ് ഹാസ് സക്സസ്ഫുള്ളി റെഡ്യൂസ്ഡ് ഹങ്കർ ആൻഡ് മാൽ ന്യൂട്രീഷൻ, ഇംപ്രൂവ്ഡ് ഹെൽത്ത് ഔട്ട്കംസ് ആൻഡ് എംപവേർഡ് കമ്മ്യൂണിറ്റീസ്. ഇറ്റ്സ് ഇമ്പാക്റ്റ് ഹാസ് ബീൻ റിമാർക്കബിൾ, ഡെമോൺസ്ട്രേറ്റിംഗ് കേരളാസ് കമ്മിറ്റ്മെൻറ്റ് ടു അച്ചീവിംഗ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സേവിംഗ് ആസ് എ റെപ്ലിക്കബിൾ മോഡൽ ഫോർ അതർ സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ്. അപ്പം കേരളത്തിലത് കണ്ടിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇതൊരു മോഡലാക്കുന്നുണ്ട്. അപ്പോൾ കേരളം എന്തിനും എല്ലാവർക്കും ഒരു മോഡലായിട്ടുള്ളൊരു സംസ്ഥാനമാണെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നമുക്കുള്ളത്. ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹങ്കർ ഫ്രീ കേരള എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി എന്താണെന്ന് പഠിച്ചിരിക്കണം. കുടുംബശ്രീൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ കുടുംബശ്രീയുടെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഗ്രാംസില്ലേ ഇതും നിങ്ങൾ പഠിച്ചിരിക്കണം.
അതേപോലെ തന്നെ നമ്മൾ പോവർട്ടീൻ്റെ കോസസ്, ഫുഡ് സെക്യൂരിറ്റി, ഗ്രീൻ റെവല്യൂഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മളെല്ലാത്തിൻ്റെയും പേജ് വൈസ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്